േക്കാളും കാമുകനെ സ്നേഹിച്ച പെൺകുട്ടി നേരിട്ട ദുരിത കഥ കേരളം നടുക്കത്തോടെയാണ് കേട്ടത്. പ്രായപൂർത്തിയാകും മുൻപ് ആൺ സുഹൃത്തിൽ നിന്ന് ലൈംഗിക ചൂഷണം, വളർത്തച്ഛൻ്റെ മരണശേഷം അമ്മയുമായി നിരന്തര കലഹം, പിന്നെ ലഹരിയും പ്രണയവുമൊക്കെയായിരുന്നു അവളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൻ്റെ മർദ്ദനത്തിനിരയായ പെൺകുട്ടി സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഏറ്റുവാങ്ങിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പെൺകുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടെത്തിയത്. കേസിൽ പ്രതിയായ ആൺസുഹൃത്ത് അനൂപിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺസുഹൃത്തിന്റെ അതിക്രൂര മർദ്ദനത്തിന് 19-കാരി ഇരയായത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം. 5 ദിവസത്തോളം വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു പെൺകുട്ടി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര CI KN മനോജ്. അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇൻക്വസ്റ്റിന് ശേഷം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്ന് റിസൾട്ട് വെച്ചിട്ട് ഇപ്പൊ ഇൻക്വസ്റ്റ് ആണ്, ഏകദേശം 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ് പ്രോസസ്സാണ്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുത്തെ മിക്കവാറും മെഡിക്കൽ കോളേജിലോട്ടാണ് പോസ്റ്റ്മോർട്ടം, മെഡിക്കൽ കോളേജിൽ നടത്തുള്ളൂ. ഫ്രീസറിലോട്ട് മാറ്റും, ഫ്രീസറിൽ മാത്രം അതേ ഉള്ളൂ. ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി 1 വർഷമായി സൗഹൃദത്തിലായിരുന്നു. മറ്റൊരാൺ സുഹൃത്തുമായുള്ള ബന്ധം സംശയിച്ചാണ് പെൺകുട്ടിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കഴുത്തിൽ കുരുക്കിയ ഷോളും പോലീസ് കണ്ടെടുത്തിരുന്നു. ആക്രമണം നടന്ന രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതിരുന്നതോടെയാണ് 10 മണിയോടെ അനൂപ് വീട്ടിലേക്കെത്തിയത്. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു. ആദ്യം തല ഭിത്തിയിലിടിപ്പിച്ചു, പിന്നീട് ശ്വാസം മുട്ടിച്ചു. കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും കത്തിയും ഉപയോഗിച്ച് പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു. ഇതോടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ പെൺകുട്ടി ഷോൾ എടുത്ത ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി. പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെ ഫാനിൽ തൂങ്ങി. പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ട് അനൂപ് തന്നെ ഷോൾ മുറിച്ചു. താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത്. കുട്ടി മരിച്ചു എന്ന് കരുതി രാവിലെ 7 മണിയോടെ അനൂപ് വീട്ടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ ബന്ധുവാണ് മുറിയിൽ ഉറുമ്പരിക്കുന്ന നിലയിൽ അർദ്ധനഗ്നയായി കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അനൂപ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മയും പോലീസിന് മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി.